ഞാനിന്നിവിടെ നിങ്ങൾക്ക് 4 തരം റൗട്ടറുകൾ, അതായത് 4 ജനറേഷൻ ഓഫ് റൗട്ടറുകൾ ഞങ്ങളിവിടെ പരിചയപ്പെടുത്താം. ഈ കാണുന്നതാണ് ആ ഒരു 4 തരം റൗട്ടറുകൾ. ഇതിനകത്ത് റൗട്ടറുണ്ട്, മോഡമുണ്ട്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇതിൽ ഈ കാണുന്നതാണ് മോഡം. അതായത് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഇതുപോലത്തെ ഒരു കൊയാക്സിൽ കേബിളുകൾ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മോഡമാണിത്. ഇതാണ് ഏറ്റവും ആദ്യം നമ്മുടെ ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ വന്നിരുന്നത്. ഇത്തരം മോഡമാണിത്. ഇപ്പോൾ സിസ്കോൻ്റെ മോഡമാണ്, ഇത്തരത്തിലുള്ള മോഡങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വൈഫൈ ഉണ്ടായില്ല. ഡയറക്റ്റ് നമ്മളിതിനകത്ത് വരുന്ന കൊയാക്സിൽ കേബിൾ ഇവിടെ പ്ലഗ് ചെയ്ത് ഈ കാണുന്ന ഔട്ടിലൂടെ നമ്മുടെ അതിൻ്റെ എതർനെറ്റ് കേബിൾ വെച്ചിട്ട്, അതായത് ഒരു പാച്ച് കോഡ് വെച്ച് നേരെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരുന്ന ഒന്നാണ് ഈ ഒരു മോഡം എന്ന് പറയുന്നത്. മോഡം വളരെ ആദ്യം, അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഈ മോഡം. സ്പീഡ് താരതമ്യേന കുറവായിരുന്നു. ഒരു 10 Mbps 20 Mbps ഒക്കെ നോർമലി ഈ ഒരു മോഡത്തിൽ നിന്നൊക്കെ നമുക്ക് ആ കാലഘട്ടത്തിൽ ഒരു ഔട്ട് ഉണ്ടായിരുന്നുള്ളൂ മാക്സിമം. സോ ഇത് ഏറ്റവും ആദ്യഘട്ടങ്ങളിൽ വന്നിരുന്ന ഒന്നാണ് ഈ ഒരു മോഡം എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇപ്പോഴും നമുക്ക് പലതരത്തിലുള്ള റൗട്ടേഴ്സും അല്ലെങ്കിൽ ONU ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ മോഡം എന്ന് വിളിക്കുമ്പോൾ ഇതാണ് മോഡം. ആക്ച്വലി വൈഫൈ ഇല്ലാത്ത ഇത്തരം മോഡങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ഒറ്റ കണക്ഷൻ നമ്മൾ ആ ഒരു റൗട്ടറിൽ നമ്മുടെ വീട്ടിലെ ആ ഒരു കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാനായിട്ട് ഇതുപോലൊരു RJ പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നൊരു കേബിൾ, ലാൻ കേബിൾ വലിച്ച് നേരെ നമ്മൾ ആ ഒരു കമ്പ്യൂട്ടറിൽ കൊടുത്ത് ഉപയോഗിക്കുന്നതിനാണ് ഈ ഒരു മോഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് നമ്മൾ വന്നത്. അതായത് വൈഫൈ ഒന്നും ഈ ഒരു മോഡത്തിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ പിന്നീട് ഈ ഒരു റൗട്ടറിലോട്ട് വന്നത്. അതായത് ഇത്തരം റൗട്ടർ വന്നു. റൗട്ടർ വരുമ്പോൾ നമുക്കത് കണക്ഷൻ ഈ റൗട്ടറിൽ വരുന്നില്ല, മോഡത്തിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ വൈഫൈ സാധ്യമാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു മോഡത്തിൽ വൈഫൈ ഇല്ല, നമ്മുടെ കമ്പ്യൂട്ടറിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വൈഫൈ സാധ്യമാക്കാനായിട്ടാണ് ഇത്തരം റൂട്ടറുകൾ പിന്നീട് വരുന്നത്. അപ്പോൾ നമ്മുടെ ISP, അതായത് സർവീസ് പ്രൊവൈഡർമാരൊക്കെ ഈ ഒരു മോഡം കൊടുക്കുന്നതോടത്ത് തന്നെ ഈ ഒരു റൗട്ടറും കൊടുക്കാൻ തുടങ്ങി. അതായത് മോഡേൺ റൗട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പണ്ടേ നിങ്ങളുടെ വീട്ടിൽ ആ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു മോഡം ഉണ്ടാവും, അതുപോലെ തന്നെ ഈ ഒരു റൗട്ടറും ഉണ്ടാവും. അപ്പോൾ എങ്ങനെ കൊടുത്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ നിന്നൊരു കണക്ഷൻ എടുത്തിട്ട് നേരെ കമ്പ്യൂട്ടറിൽ കൊടുക്കുമെന്ന്. അപ്പോൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്നതിന് പകരം ഈ ഒരു കണക്ഷൻ എടുത്തിട്ട് നേരെ ഈ ഒരു റൗട്ടറിൻ്റെ വാൻ പോർട്ടിൽ കൊടുക്കും. അതായത് ഇതൊരു വാൻ റൗട്ടറാണ്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് പോർട്ട് അല്ലെങ്കിൽ വാൻ പോർട്ടിൽ കൊടുക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഈ ഒരു റൗട്ടറിൻ്റെ വൈഫൈയുടെ പേര് തെളിഞ്ഞു വരികയും നമുക്ക് അങ്ങനെ തന്നെ ഈ ഒരു റൗട്ടറിൽ കണക്ട് ചെയ്താൽ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടും. അതായത് ഇത് ഡയറക്റ്റ് കമ്പ്യൂട്ടറിലോട്ട് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ നമുക്ക് വൈഫൈ നമ്മുടെ ഫോണിലും അല്ലെങ്കിൽ വൈഫൈ ആയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസുകളിലൊക്കെ കിട്ടും. അപ്പോൾ അതിനായിട്ട് നേരെ ഒരു കേബിൾ ഇതിനകത്തുനിന്ന് നമ്മുടെ ഈ റൗട്ടറിലോട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനും ഒരു 4 ലാൻ പോർട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ലാൻ പോർട്ട് വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, നമുക്ക് ഈ റൗട്ടറിൽ വൈഫൈ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു 3-4 ലാൻ പോർട്ട് വഴി നമുക്ക് ലാൻ കണക്ഷൻ വേണമെങ്കിൽ, അതായത് കമ്പ്യൂട്ടറിലോട്ടൊക്കെ കണക്ഷൻ വേണമെങ്കിൽ ലാൻ കണക്ഷനായിട്ടും നമുക്ക് ഇതിനകത്ത് കണക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സ്വിച്ചിൻ്റെ ഒരു പ്രവൃത്തിയും ഈ ഒരു റൗട്ടർ നമ്മൾ ചെയ്തു. അപ്പോൾ അതിനകത്തൊരു മോഡമായിരുന്നു. മോഡത്തിന് ഈ ഒരു റൗട്ടർ വെക്കുന്നതോടുകൂടി ഇതിനകത്ത് ഒരു വൈഫൈയും കിട്ടും, ഒരു റൗട്ടറും ആവും. ആ റൗട്ടറിന് പുറമെ ഈ ഒരു സ്വിച്ചിൻ്റെ പ്രവൃത്തി, അതായത് ഈ ഒരു ലാൻ ഔട്ട്പുട്ട് വരുന്നതോട് സ്വിച്ചിൻ്റെ പ്രവൃത്തിയും കൂടി ഈ ഒരു റൗട്ടർ ചെയ്യും. അപ്പോൾ ഇതൊരു സെറ്റായിട്ടാണ് അന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്ത് നമ്മൾ കുറേ നാൾ, പിന്നെയും ഒരുപാട് നാൾ കഴിഞ്ഞപ്പോൾ ഈ ബ്രോഡ്ബാൻഡ് ISPക്കാർക്ക് ഇപ്പോൾ 2 ഡിവൈസ് ക്യാരി ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ അത് വളരെ ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിന്ന് പിന്നെയും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നതാണ് ഇത്തരം മോഡങ്ങൾ, ഇത്തരം റൗട്ടർ. അതായത് ഇതിനെ ആക്ച്വലി നമുക്ക് മോഡം അല്ലെങ്കിൽ റൗട്ടർ എന്നോ രണ്ടും വെച്ചാലും കുഴപ്പമില്ല. കാരണം ഇതൊരു മോഡമാണെന്ന റൗട്ടറാണ്. കാരണം ഈ പറഞ്ഞ 2 എണ്ണത്തിൻ്റെയും ഫംഗ്ഷൻ ഇതിനകത്തുണ്ട്. അതായത് നേരെ കേബിൾ നമുക്കിവിടെ കൊടുക്കാം. കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഔട്ടുണ്ട്. ഈ പറഞ്ഞ നമുക്ക് ഇവിടെ നിന്ന് ഔട്ട് കിട്ടും. ഔട്ട് കിട്ടുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നേരെ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാം. അതിന് പുറമെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് നമുക്ക് വൈഫൈ ആയിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫൈ ആയിട്ടും കിട്ടും, അതിന് പുറമെ നമുക്ക് ആ ഒരു കേബിൾ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യും. ഇതുപോലെ 2 ഡിവൈസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ നേരത്തെ സ്വിച്ചിൻ്റെ കാര്യം പറഞ്ഞു, ലാൻ പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ആ ഒരു പോർട്ടും ഉണ്ട്, ലാൻ ഔട്ടുണ്ട്. ഇതിനകത്തൊരു ലാൻ ഔട്ട് തന്നിട്ടുണ്ട്. ഇത് ഇന്നല്ല, ഇത് ഔട്ടാണ്. ഇന്ന് വരുന്നത് കോയാക്സിലാണ്. ഇത് ഔട്ടായിട്ട് നമുക്ക് ഇവിടുന്ന് ലാൻ കേബിളുടെ ഔട്ട്പുട്ടും കൊടുക്കാം. ഇതൊന്നല്ല, ഒന്നിലധികം ലാൻ പോർട്ട് പോലെ വരുന്ന ആ ഒരു മോഡങ്ങൾ റൂട്ടറുകളും ഉണ്ട്. അപ്പോൾ ഇത്തരം ഈ ഒരു പ്രോഡക്റ്റിനെ നമുക്ക് മോഡമെന്നോ റൂട്ടറെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ഇതിനകത്ത് ആ റൗട്ടിംഗ് കപ്പാസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു മോഡത്തിൻ്റെയും ഈ റൗട്ടറിൻ്റെയും ഫലമൊക്കെ ഈ ഒരു വേർഷൻ വന്നപ്പോഴേക്കും നമുക്ക് ഈ ഒറ്റ കോയാക്സിൽ റൗട്ടറിൽ തന്നെ നമുക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ 2 എണ്ണത്തിൽ നമുക്ക് കോയാക്സിൽ കേബിളുകളാണ് കുത്തിക്കൊണ്ടിരുന്നത് വെച്ചത്. അതായത് ആ ഒരു ടെക്നോളജി ആയിരുന്നു. ഇതിനകത്തൊക്കെ കോയാക്സിൽ കേബിളുകളാണ് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്.
പിന്നീടാണ് നമ്മൾ ഇതുപോലുള്ള ഫൈബർ മോഡത്തിലോട്ട് വന്നത്. അതായത് ജി എക്സിൻ്റെ മോഡം അല്ലെങ്കിൽ നെറ്റ്ലിങ്കിൻ്റെ മോഡം ഒക്കെ ഫൈബർ മോഡത്തിലോട്ട് വന്നു. ഫൈബർ മോഡത്തിലോട്ട് വന്നപ്പോൾ ഇതിൻ്റെ കണക്ടിവിറ്റി മാറി ഈ കണ്ട നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു പിക്ടൈൽ ഫൈബറിൻ്റെ ആ ഒരു പിക്ടൈൽ കുത്തുന്ന ഇത്തരം ഒരു കണക്ടിവിറ്റി ആയി ഇവിടെ. അതായത് നമ്മുടെ കൊയാക്സിൽ നിന്ന് മാറി, കൊയാക്സിൽ കേബിളിൻ്റെ ആ ഒരു കേബിളിൽ നിന്ന് മാറിയിട്ട് ഈ ഒരു ഫൈബറിലോട്ട് ആ ഒരു കൺവെർഷൻ മാറി. അപ്പോൾ ഇതുപോലത്തെ ഫൈബർ മോഡമാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫൈബർ മോഡമാണ്. മോഡം എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ഇതിന് ONT അല്ലെങ്കിൽ ONU എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ONUവിൽ നമുക്ക് എന്തുണ്ട്, വൈഫൈ ഉണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് എടുക്കാം. ഈ കാണുന്ന 2 ലാൻ ഔട്ടിൽ നിന്ന് നമുക്ക് 2 ഔട്ട്പുട്ടുകൾ എടുക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു സ്വിച്ച് പോലെ 2 ലാൻ പോർട്ടുകൾ ഔട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ഫൈബറിൻ്റെ ഇന്നും കയറുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ONU എന്ന് പറയാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇപ്പോൾ നിലവിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ജനറേഷനുകളാണ് നമ്മൾ കടന്നു പോയിട്ടുള്ളത്. അതായത് ആദ്യം ഈ മോഡം ഉപയോഗിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഇത് മോഡം കഴിഞ്ഞിട്ട് മോഡം പ്ലസ് റൗട്ടർ ഇങ്ങനെ വന്ന ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നേരെ ഈ മോഡം പ്ലസ് റൗട്ടർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ വരുന്ന റൗട്ടേഴ്സാണ് ഇത്തരം വരുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു GX റൗട്ടർ അല്ലെങ്കിൽ ആ ഒരു ഫൈബർ ONUവിലോട്ട് വന്നിരിക്കുന്ന ആ ഒരു സമയമാണിത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇത്തരം ജനറേഷൻസാണ് നമ്മൾ പൊതുവെ മെയിൻലി നമ്മൾ കണ്ടിരിക്കുന്നത്. പിന്നെ ഇത്തരം ONTയിൽ തന്നെ സിംഗിൾ ബാൻഡ്, ഡ്യുവൽ ബാൻഡ് എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങി. അതായത് 5 GHz ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യുന്ന ഡ്യുവൽ ബാൻഡ് റൗട്ടേഴ്സും വരാൻ തുടങ്ങി. അതായത് ഒരു റൗട്ടർ തന്നെ, പക്ഷേ 2 വൈഫൈ ആയിട്ട് നമുക്ക് 2 ബാൻഡ് വിത്തിൽ കാണിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഡ്യുവൽ ബാൻഡ് വരാൻ തുടങ്ങി. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന ഒരു റൗട്ടർ ജനറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.